നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, അപ്പം ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നൽകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതുമായിട്ടുള്ള മെസ്സേജാണ് നോക്കുന്നത്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. ഒരു ഇഗ്നോറിംഗ് എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ മാത്രം ഇതെടുക്കുക, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ഈ വീഡിയോ അഫർമേഷൻ ചെയ്യരുത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിലനിൽക്കുവാൻ സാധിക്കില്ല എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി ഇപ്പോൾ ചില സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എത്ര ശ്രമിച്ചിട്ടും തൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ആളിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ഒന്നിലധികം കാര്യങ്ങളിൽ വറീഡായിട്ട് ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കും കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. എന്നാൽ അവരൊരുപാട് നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കാതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഫലമായിട്ട് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തെ, ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഇപ്പം മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്നോ ഒക്കെ മാറി സെൽഫ് ഹീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് മനസ്സിലായി. നിങ്ങളെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ വേദനയുടെ ആൻസൈറ്റി ഡിപ്രഷനിൽ നിന്നെല്ലാം പുറത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജീവിതത്തിലൊരു സ്ട്രെങ്ത് വേണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിലവിൽ കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. നിങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് സ്നേഹത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴും വെയിറ്റിംഗ് ആയി കാണുന്നു. ഇവിടെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിംഗിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുമ്പം റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വയം ഹീൽ ചെയ്ത് മാറി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറക്റ്റ് റീഡിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. ടാരോ കാർഡ് പഠിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.